പക്ഷേ എൻ്റെ കുറേ ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാനിങ്ങനെ ജീവിതത്തിൽ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്താ പറയുക, എനിക്ക് പഠിച്ചവൻ പുറത്തു തരൂല. അതുകൊണ്ട് ഞാൻ ജീവിതത്തിൽ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയാണ്. അത് ചെയ്തിട്ടൊന്നും കാര്യമില്ല. അങ്ങനെ കുറേ ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവരോട് എന്താ എനിക്ക് പറയാനുള്ളത്? നീ ഈ തിരമാല കണ്ടോ? ഈ തിരമാലയിൽ ഓരോ തിര അടിക്കുന്ന സമയത്ത് എത്രത്തോളം പത വരുന്നുണ്ട് ഇല്ലേ? സോ അതിനെക്കാട്ടും പാപങ്ങൾ നമ്മൾ ചെയ്ത് കൂട്ടിയാലും അള്ളാഹ് പുറത്തു തരുന്നുള്ളതാ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കഥയാണ്. എന്ത്, ഒരു 99 ആളുകളെ കൊന്നിട്ട് എനിക്ക് പാപമോചനം കിട്ടുമെന്ന് ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ആബിദിൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ആബിദ് പറയുന്നത് നിനക്ക് പാപമോചനം ഒന്നുമില്ല, നീ നേരെ നരകത്തിലേക്കുള്ള ആളാണെന്ന്. അപ്പോൾ അയാൾ എന്ത് ചെയ്യും, അയാളെയും കൊന്നിട്ട് 100 തികയ്ക്കും. 100 തികച്ചിട്ട് ലാസ്റ്റ് പിന്നെ ഒരു പണ്ഡിതൻ്റെ അടുത്ത് പോയിട്ട് ഇതേ ചോദ്യം അയാൾ ചോദിക്കും, എനിക്ക് പാപമോചനം കിട്ടുമോ എന്നുള്ളത്. അങ്ങനെ ആ പണ്ഡിതൻ പറയും നിനക്ക് പാപമോചനം ഉണ്ട്, പക്ഷെ നീ എന്ത് ചെയ്യണം, ഇവിടുന്ന് ഹിജ്റ പോകണമെന്ന് പറയും. അങ്ങനെ ഹിജ്റ പോയിട്ട് അയാൾ എന്ത് ചെയ്യും, വേറൊരു നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പറയും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്താവും, ഇയാൾ മരണപ്പെടുകയാണ്. അപ്പം മലക്കുകൾ അള്ളാഹിനെ ചോദിക്കും ഇയാളെ ആത്മാവിനെ, ഇയാളെ റൂഹിനെ എങ്ങോട്ടേക്ക് കൊണ്ടുപോകണം എന്നുള്ളത്. അപ്പം അള്ളാഹ് പറയുന്നൊരു മറുപടി ഉണ്ട്. അയാൾ ആ പണ്ഡിതൻ്റെ അടുത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മുതൽ ഇപ്പം അയാൾ മരണപ്പെട്ടത് വരെയുള്ള ദൂരം അളക്കാനും പറയും. അതേപോലെ ഇയാളിപ്പോൾ മരണപ്പെട്ടത് മുതൽ ഇയാൾക്ക് എത്തേണ്ട സ്ഥലം വരെയുള്ള ദൂരം അളക്കാനും പറയും. അങ്ങനെ അളന്ന് നോക്കിയപ്പോൾ ഏറ്റവും കുറവ് വരുന്നത് ഏതാണ്, ഇയാൾ മരണപ്പെട്ടത് മുതൽ ഇയാൾക്ക് എത്തേണ്ട സ്ഥലം വരെയുള്ള ആ ഒരു ദൂരമാണ്. സോ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും അയാൾ നേരെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകാനും. ഇതാണ് അള്ളാഹിൻ്റെ റഹ്മത്ത് എന്ന് പറയുന്നത്. ലാ തഖ്നതു മിർ റഹ്മത്തില്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നുണ്ട്. ഒരിക്കലും നിങ്ങൾ അള്ളാഹിൻ്റെ കരുണയെ തൊട്ട് നിരാശരാകരുത് എന്നുള്ളതാണ്. സോ ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും. അള്ളാഹു സുബ്ഹാനഹു വ തആല കരുണ ഉള്ളവനാണ്. അതുകൊണ്ട് ഒരിക്കലും അള്ളാഹിൻ്റെ റഹ്മത്തിനെ തൊട്ട് നിരാശനാവാതെ എന്ത് ചെയ്യുക, പാപമോചനം തേടിക്കൊണ്ടേ ഇരിക്കുക. ഉറപ്പായിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇൻഷാ അല്ലാഹ് പുറത്തു തരും.